ചിത്രീകരിച്ചത്. എല്ലാ കാലവും അധികാരത്തിൻ്റെ അഹന്തകൾക്കെതിരെ കഥാപാത്രങ്ങളിലൂടെയും കഥകളിലൂടെയും പ്രതികരിച്ച എഴുത്തുകാരനായിരുന്നു MT. നായകന്മാരെ എപ്പോഴും നന്മകളുടെ വിളനിലമാക്കിക്കൊണ്ട് മാത്രം ചിത്രീകരിച്ചിരുന്ന ഒരു ധാരയിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് നല്ലതും ചീത്തയും എന്ന കറുപ്പും വെളുപ്പും എന്ന ആ ഒരു രണ്ട് ദ്വന്ദ്ങ്ങളിൽ നിന്ന് പുറത്തു കടന്ന നായകന്മാരിലെ വ്യത്യസ്തതകൾ കൊണ്ട് മലയാള സാഹിത്യത്തിൽ പുതിയൊരു പ്രതിരോധധാരയ്ക്ക് തുടക്കം കുറിച്ച സാഹിത്യകാരനായിരുന്നു MT. നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ മാത്രമല്ല, നാട്ടിൻപുറത്തിൻ്റെ എല്ലാവിധ പുഴുക്കുത്തുകളെയും പ്രശ്നങ്ങളെയും സംഘർഷങ്ങളെയും കൂടി തൻ്റെ കഥകളിൽ അദ്ദേഹം നിറച്ചു വച്ചിരുന്നു. ഇപ്പോൾ അക്ഷരങ്ങളുടെ പെരുന്തച്ഛൻ വിട പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി അഭിന പി ചിറയ്ക്കൽ ചേരുന്നുണ്ട്. അഭിന, എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ യോഗ വാർത്തയ്ക്കൊടുവിൽ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ? അതുല്യ, ഇവിടെ ഒരു യുഗം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഏവരുടെയും ഏറിനണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു യാത്ര ഇപ്പോൾ ഉണ്ടായിരുന്നത്. മതപരമായ ചടങ്ങുകളൊക്കെ നടത്താണ് അദ്ദേഹത്തെ യാത്ര അയച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സർക്കാരിടത്തോളം നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗിക ചടങ്ങുകൾ കൂടെ അല്ലാതെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിറങ്ങാനാവാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും അദ്ദേഹത്തെ യാത്രയാക്കിയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മലയാളത്തിന്റെ തന്നെ അല്ലെങ്കിൽ കേരള ലോകത്തിന്റെ തന്നെ ഏറ്റവും അക്ഷരം കൊണ്ട് ഒരു യുഗം തന്നെ തീർത്ത് നമ്മളോടെല്ലാം തന്നെ വിട വാങ്ങിയിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം ഇപ്പോൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. ഒരു മഞ്ഞുകാലത്തിന്റെ ഓർമ്മയിലേക്ക്, ഒരു മഞ്ഞുകാലത്തിൽ തന്നെ പോയി എന്ന് തന്നെ അദ്ദേഹത്തെ ചിന്തിക്കാം. ഇനി MT ഇല്ല എന്നുള്ള ആ ഒരു വാർത്ത ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇപ്പോഴും ആ ഒരു അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നിടത്ത് നിന്നും പലരും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. കാരണം അതത്ര അവരുടെ ഒരു പ്രിയപ്പെട്ട ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. എരിഞ്ഞടങ്ങുന്ന അദ്ദേഹത്തിന്റെ എരിഞ്ഞടങ്ങുന്നിടത്ത് ഇപ്പോഴും കണ്ണു നട്ട് കാത്തിരിക്കുന്ന ആളുകളാണ്. കാരണം MT പോയി എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ MT തങ്ങളെ തനിച്ചാക്കി പോയി എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മകൾ അശ്വതിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഈർന്നണിഞ്ഞ കണ്ണുകളോടുകൂടിയാണ് ഇറങ്ങിയത്. തന്റെ അച്ഛനില്ലെങ്കിൽ തങ്ങളുടെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നത് പോലെയാണ് എന്നുള്ളത് നേരത്തെ തന്നെ അശ്വതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്റെ അച്ഛൻ ഇനി ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അശ്വതി ഈ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ അശ്വതിക്കൊപ്പം അശ്വതിയുടെ അമ്മയും MTയുടെ ഭാര്യയും അതുപോലെ തന്നെ അശ്വതിയുടെ 2 മക്കളും കൂടി ഉണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അല്ലെങ്കിൽ അച്ചാച്ചൻ പറയുന്നത് ഒരു അക്ഷരം കൊണ്ട് വലിയൊരു കാലം തന്നെ തീർത്ത ഒരാൾ തന്നെയാണ് എന്നുള്ളത്. അവർക്കും നിരവധി ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. അവരോടൊക്കെ പറയാറുള്ളത്, നിങ്ങൾ ഒരുപാട് വായിക്കണം, വായിച്ച് വളരെയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതായത് അശ്വതി MT വാസുദേവൻ നായർ ഓർമ്മിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് കുട്ടികൾ പറയാറുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ നിരവധി പുസ്തകങ്ങൾ വായിക്കുന്നതിനും തന്നെ അതിൽ നിന്നും പ്രചോദനം കൊള്ളുന്ന വരികൾ കുട്ടികൾക്ക് തന്നെ സ്വയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾ ഒരു ഓർമ്മയിൽ നിന്ന് തന്നെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് തന്നെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ ഏട്ടനനുജന്മാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. അവരാരും തന്നെ പോയിട്ടില്ല. ഇനി അല്പസമയത്തിനകം ഇവിടെ അനുശോചന പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. ഇവിടുത്തെ ശ്മശാനത്തിലെ ഒരു ഹാൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഹാളിൽ വെച്ചിട്ടാണ് അനുശോചന പരിപാടികളെല്ലാം നടക്കുക. ഇവിടെ മേയർ ബീന ഫിലിപ്പ് അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ റഹീമ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ
മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അനുശോചന പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും നിരവധി ആളുകൾ ഇവിടെ പുറത്ത് ഇപ്പോഴും തടിച്ചുകൂടി തന്നെ നിൽക്കുകയാണ്. ആരും തന്നെ പോയിട്ടില്ല എന്നുള്ളതുമാണ്. ഈ അദ്ദേഹം എരിഞ്ഞടങ്ങുന്ന ഭാഗത്ത് ഇപ്പോഴും ആളുകൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും ആരും പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് തന്നെ തോന്നുന്നു. ആ ഒരു പരിസരത്തും എങ്ങും ആരും പോയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളും സ്ത്രീകളും ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹം പോയി എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം വിട വാങ്ങി എന്നുള്ളൊരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് തോന്നുന്നു. ഇപ്പോഴും ആ ഒരു ഈ ചിത അദ്ദേഹത്തിന്റെ ചിത എരിയുന്ന ആ ഒരു ഇടത്തേക്ക് ചെല്ലുവാതിലിനുള്ളിലൂടെ നോക്കി നിൽക്കുന്ന ആളുകളെ, വയോജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കണ്ണുകൾ ഈറനണിയുന്നതും നമുക്ക് അതിൽ നിന്നും വളരെ വ്യക്തമാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അദ്ദേഹം എത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ചിതയൊരുക്കിയ ഇടത്തിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈർന്നണിയുന്ന കണ്ണുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം അവരാരും തന്നെ അവിടെ നിന്ന് ഒരു പുറകോട്ട് പോലും ഇല്ലാതെ ആ കണ്ണാടിക്കുള്ളിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. തിരിച്ചു വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണോ എന്താണെന്നറിയില്ല. ഏതായാലും അവരവിടെ തന്നെ നിന്നുകൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. നേരത്തെ തന്നെ നമ്മൾ പലരോടും അഭിപ്രായം ചോദിക്കുമ്പോൾ പോലും അവർ പറയുന്നത് MP തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും മുൻപും അദ്ദേഹത്തിന് അസുഖബാധിതനായി കിടപ്പിലായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം തിരിച്ചു വന്നു. വീണ്ടും സാഹിത്യ ലോകത്തിലേക്കും കോഴിക്കോട് നഗരത്തിൽ വെച്ച് നടക്കുന്ന നിരവധി പരിപാടികളിലടക്കം അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പോഴെല്ലാം അതുപോലെ ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തിരിച്ചെത്തും എന്ന് തന്നെയായിരുന്നു അന്നും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്കറിയാം, വളരെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു 10 മണി സമയം, രാത്രി 10 മണി സമയത്താണ് ഇത്തരത്തിൽ MP നമ്മളോട് ഈ മലയാള ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളൊരു വാർത്ത നമ്മൾ അറിയുന്നത്. അതും വലിയ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. കാരണം നമ്മൾ മരുന്നുകൂടെ പ്രതികരിച്ചു എന്നുള്ള ആ ഒരു വാർത്ത, അതിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പ്രതീക്ഷകൾക്കെല്ലാം അതീതമായിരുന്നു ഇന്നലത്തെ ആ ഒരു രാത്രി. ആ രാത്രിയിൽ ഏവരെയും സങ്കടക്കടലിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഈ സാഹിത്യ ലോകത്ത് നിന്നും അദ്ദേഹം വിട വാങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇനി അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ തെക്കാരയിൽ ഉണ്ടാവില്ല. ഇനി ആളുകളോട് അമർത്തത്തോട് നോട്ടം നോക്കാനോ, അല്ലെങ്കിൽ ഗൗരവത്തോടെ ഒരു നോട്ടം നോക്കാനോ, ഒരു നൽകാനോ MP ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു സാഹിത്യ ലോകത്തിന് തന്നെ തീരാ നഷ്ടം സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം നിത്യനിദ്രയിലേക്ക്, എന്നേക്കുമായി നിത്യനിദ്രയിലേക്ക് അദ്ദേഹം പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, തലമുറകൾ മാറി മാറി വായിക്കുവാനുള്ള നിരവധി കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് സിനിമകളിലൂടെയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഏതൊരു സാഹിത്യമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു കഥയാണെങ്കിലും അദ്ദേഹം രചിച്ചിട്ടുള്ളത് എന്നും ഓർത്തു വെക്കാനാവുന്ന വേണം, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു നൽകാവുന്ന കഥകളായിരുന്നു അദ്ദേഹം എഴുതി വെക്കുന്നത്. അതും ഏവരും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള കഥകളായിരുന്നു അദ്ദേഹം അന്നും എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി വരും തലമുറയ്ക്ക് ഇനി ഏതൊക്കെ തരത്തിലും, അതായത് പുതിയ തലമുറയുടെ പൾസ് പോലും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച, അല്ലെങ്കിൽ കഥകൾ എഴുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു MP വാസുദേവൻ നായർ. അതുപോലെ തന്നെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഏത് രീതിയിൽ ഇനി കഥ എഴുതും, നമ്മളിനി ആ കഥകൾ എങ്ങനെ വായിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഓരോരുത്തർക്കും പറയാനുണ്ടായിരുന്നത്. ആദ്യാക്ഷരം കുറിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് നിരവധി കുരുന്നുകൾക്ക് അദ്ദേഹം ആദ്യാക്ഷരം കുറിച്ചിരുന്നു. ആ മാതാപിതാക്കൾ പോലും പറയുന്നത് ഇനി ആരുണ്ട് ആദ്യാക്ഷരം കുറിച്ച് അക്ഷരലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ കയറ്റിവിടാൻ ഇനി ആരുണ്ട് എന്നുള്ളതായിരുന്നു പല മാതാപിതാക്കളും ചോദിച്ചിരുന്നത്. ഇത്തരത്തിൽ തലമുറകളോളം അദ്ദേഹത്തിന്റെ ഓരോ കഥകളെല്ലാം വായിക്കപ്പെടുകയും അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. മലയാളത്തിന്റെ വാക്കും മനസ്സുമായിരുന്നു MP എന്ന ഈ രണ്ടക്ഷരം. MP എന്ന MP ആയിരിക്കുകയാണ് ഈ മലയാള ലോകത്തിനും അതുപോലെ തന്നെ കോഴിക്കോടിന്റെ തീരാ നഷ്ടം തന്നെയാണ് MP വാസുദേവൻ നായർ. അദ്ദേഹം ഇനി ഉണ്ടാവില്ല എന്ന ഈ ഒരു സത്യം അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും അതുപോലെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു
വലിയൊരു തീരമില്ല. അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വള്ളുവനാടൻ മണ്ണിൽ കാലൂന്നി നിന്ന് കേരളീയ സമൂഹത്തിന്റെ മോഹഭംഗങ്ങളും ഹൃദ്യമായി ആവിഷ്കരിച്ച മഹാനായിരുന്നു എം ടി വാസുദേവൻ നായർ. നോവലുകളും ചെറുകഥകളും ഉപന്യാസങ്ങളും അടക്കം അദ്ദേഹത്തിന്റെ നാടകവും സിനിമകളും തുടങ്ങിയ എല്ലാമായി മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും എന്നും അമൂല്യനിധിയായി സൂക്ഷിച്ചു വെക്കാനുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ സൃഷ്ടികളും എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ വടക്കൻ വീരഗാഥയും അതുപോലെ തന്നെ കൂട്ടത്തിൽ തന്നെ അതുപോലെ തന്നെ ഒരു ചെറുകുഞ്ചിരി തുടങ്ങിയവയെല്ലാം വളരെ അർത്ഥവത്തായ കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം എപ്പോഴും ബീച്ചിൽ പോയിരിക്കുമ്പോഴും അതല്ലെങ്കിൽ മിഠായി തെരുവുകളിൽ പോയിരിക്കുമ്പോഴും അദ്ദേഹത്തോട് പലരും ചോദിക്കാറുണ്ട്, താൻ എന്താണോ തനിച്ചിരിക്കുന്നത്? അതെ, എനിക്ക് ഏകാന്തതയാണ് താല്പര്യം, താൻ ഏകാന്തനായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതെ, അതുപോലെ തന്നെ ഏകാന്തനായി തന്നെയാണ് അദ്ദേഹത്തിന്റെ മടക്കം. ഇന്ന് ഏകാന്തനായി തന്നെയാണ് ഈ ശ്മശാനത്തിലും അദ്ദേഹം മന്തി ഉറങ്ങുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ശ്മശാനം ആരംഭിച്ച ഉദ്ഘാടനം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിന്റെ പ്രവർത്തികളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. അതുപോലെ തന്നെ ഏകാന്തനായി മടങ്ങാനായിരുന്നു. അഭിന എന്നും ഏകാന്തനായിരിക്കാൻ ഇഷ്ടപ്പെടുമ്പോഴും അതിക്രമിച്ചു കയറാനാകാത്ത വിധം ആൾക്കൂട്ടം അടുത്തു വേണമെന്ന് ആഗ്രഹിച്ച എം ടിയുടെ മടക്കം അതുപോലെ തന്നെയായി വഞ്ചനാവലിക്ക് സാക്ഷിയാക്കി ബഹുമതികളോടെ അദ്ദേഹം യാത്രയായിരിക്കുന്നു. ഇപ്പോൾ എം ടിയുടെ അനുശോചന പൊതുയോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പടവാളായി ഉപയോഗിക്കുക എന്നതാണ് ആ വലിയ മനുഷ്യനോട് നമുക്ക് ആ നീതി നമ്മൾ കാണിക്കുമെന്ന പ്രതിജ്ഞയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ചരമത്തിൽ കീഴുന്ന മലയാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നതായി ചിന്തിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. മന്ത്രി ശ്രീ എം പി രാജേഷ്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, മലയാളത്തിൻ്റെ അക്ഷര സൗഭാഗ്യമാണ് എം ടി. ഇവിടെ പറഞ്ഞതുപോലെ എം ടി ജനിച്ചത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലെ കൂടല്ലൂരിലാണ്. ഞാനിവിടെ നിൽക്കുന്നത് കൂടല്ലൂരിൻ്റെയും തൃത്താലയുടെയും ജനപ്രതിനിധി എന്ന നിലയിൽ ജന്മനാടിൻ്റെ അഗാധമായ ദുഃഖവും ആദരവും കൂടി അറിയിക്കാൻ വേണ്ടിയാണ്. എം ടിയുടെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന ശൂന്യത മലയാളിയുടെ സർഗ